ഈ വർഷത്തെ കർക്കിടക വാവ് സമാഗതമായിരിക്കുന്നു. സൂര്യൻ ഉത്തരായനത്തിൽ നിന്നും ദക്ഷിണായനത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് കർക്കിടകം. പിതൃക്കളുടെ പ്രീതി സമ്പാദിക്കുവാൻ ഉതകുന്ന കാലം. ഉത്തരായനം ദേവന്മാരുടേതാണെങ്കിൽ ദക്ഷിണായനം പിതൃക്കളുടെയും ഗുരുക്കന്മാരുടെയും കാലമാണ്. പിതൃക്കളുടെ വാസം ചന്ദ്രമണ്ഡലത്തിലാകുന്നു. സൂര്യനും ഭൂമിയും ചന്ദ്രനും ഒരു നേർരേഖയിൽ വരുന്നത് വാവു ദിവസമാണ് പിതൃതർപ്പണത്തിന് യോഗ്യമായതെന്ന് ആചാര്യന്മാർ ഉദ്ഘോഷിക്കുന്നു. ഈ ദിവസമാണ് കർക്കിടക വാവ്. കർക്കിടക മാസത്തിലെ പ്രത്യേകത തന്നെയാണ് കർക്കിടക വാവ്. പിതൃപുണ്യത്തിനായി വ്രതമെടുത്ത് ബലിയർപ്പിക്കുന്ന ദിവസം. വാവിന്റെ തലേ ദിവസം ബലിയെടുക്കേണ്ടതുണ്ട്. മത്സ്യമാംസാദികൾ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ചിട്ടയോടുകൂടി വ്രതമെടുക്കേണ്ടതുണ്ട്. രാവിലെ മുതലാണ് വ്രതം ആരംഭിക്കുക. ഒരു നേരമാണ് വ്രതമെടുക്കുന്നവർ ഭക്ഷണം കഴിക്കുക ഉള്ളതല്ല. പിതൃക്കൾക്ക് ബലിയിടുന്നവർ വ്രതം തെറ്റിച്ചാൽ പിതൃക്കൾ ബലിയെടുക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കില്ല എന്ന് പറയപ്പെടുന്നു. ബലിയിടുന്നവർ ഈറനോടെ വേണം ബലികർമ്മങ്ങൾ ചെയ്യുവാൻ. ബലിച്ചോറ് വാഴയിലയിൽ സമർപ്പിച്ച് ശേഷം തെക്കോട്ട് നോക്കി നനഞ്ഞ കൈകൾ കൊട്ടി കാക്കയെ വിളിക്കണം. കൈകൊട്ട് കേട്ടാൽ കാക്ക വന്ന് ബലിയെടുക്കുമെന്നാണ് വിശ്വാസം. ബലിതർപ്പണം കഴിഞ്ഞാൽ പിതൃക്കൾക്ക് ഇഷ്ടമുള്ള ആഹാരം തയ്യാറാക്കി വിളമ്പുന്നതാണ് അടുത്ത ചടങ്ങ്. വിളക്ക് കൊളുത്തി തയ്യാറാക്കിയ ഭക്ഷണം ഇലയിൽ വിളമ്പി ആദ്യം പിതൃക്കൾക്ക് നൽകുന്നു. ആചാരപരമായ ഒട്ടനവധി കാര്യങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. കൂടുതലൊന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. ചെറിയൊരു വിവരണം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ബലിതർപ്പണത്തോടൊപ്പം തന്നെ നമ്മൾ അമ്പലത്തിൽ ചെയ്യുന്ന ഒരു വഴിപാടാണ് തിലഹോമം. മരിച്ചു പോയവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ക്രിയയാണ് തിലഹോമം. തിലമെന്നാൽ എള്ളാകുന്നു. എള്ള് ഏറ്റവും മോക്ഷദായകമായ വസ്തു ആയതിനാൽ പിതൃക്കൾക്ക് അത്യന്തം യോജിച്ചതാണ്. എള്ള് മഹാവിഷ്ണുവിൻ്റെ വക്ഷസ്സിലെ വിയർപ്പിൽ നിന്നും ഉണ്ടായതാണെന്നാണ് പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. മരിച്ചുപോയവരുടെ ആത്മാവിനെ വിഷ്ണുപാദത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവത് പാദത്തിലേക്ക് എത്തിക്കുന്നതിനായി ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് സൂര്യമണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ വാർഷിക ബലി, അതായത് നമ്മൾ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു വർഷം തികയുന്നതിനെ നമ്മൾ വാർഷിക ബലി എന്ന് പറയുന്നത്. അപ്പോൾ തിലഹോമം നടത്താൻ പറയുന്നു. വിഷ്ണുപാദത്തിൽ ആത്മാവ് എത്തുന്നു എന്ന സങ്കല്പമാണ് തിലഹോമം. മരിച്ചു പോയവർക്ക് വേണ്ടി ചെയ്യുന്ന അർച്ചനയാണ് ഇത്. തിലഹോമം എന്ന ഈ ഒരു വഴിപാട് ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ദുരിതങ്ങൾ മാറുകയും കുടുംബത്തിന് സർവ്വവിധ ഐശ്വര്യങ്ങൾ ലഭിക്കുകയും മുൻജന്മത്തിലും ഈ ജന്മത്തിലും ഉണ്ടാകുന്ന പിതൃശാപങ്ങൾ, ബ്രാഹ്മണ ശാപദോഷങ്ങൾ മാറുന്നതിന് വേണ്ടി തിലഹോമം നടത്തുന്നത് ഉത്തമമായി കണക്കാക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് ഉണ്ടായിത്തീരുകയും ചെയ്യുന്നു. കർക്കിടക വാവുബലിയും തിലഹോമത്തെക്കുറിച്ചും ചെറിയൊരു വിവരണം മാത്രമാണിത്.